ഹലോ, വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് നമ്മൾ ആൽമണ്ട് കുക്കീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കീസാണ്. നല്ല ബട്ടറി ടേസ്റ്റും അതേപോലെ ക്രിസ്പായിട്ടുള്ളൊരു ടെക്സ്ചറും ഒക്കെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് കുക്കീസാണ്. മാത്രമല്ല ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പും 1 ടേബിൾ സ്പൂണും ആൽമണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ബദാം പൗഡറാണ്. അതേപോലെ തന്നെ കേക്ക് ഫ്ലോർ അല്ലെങ്കിൽ മൈദയാണ് എടുക്കേണ്ടത്. ഞാൻ കേക്ക് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 50 ഗ്രാം ബട്ടർ. ഈ 50 ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം. അതാദ്യം ജസ്റ്റ് ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ക്രീം ചെയ്തെടുക്കുക. ഒന്ന് ലൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ക്രീം ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു പകുതി ചേർത്ത് കൊടുക്കുക. മൊത്തമായിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പകുതി ചേർക്കുകയാണെങ്കിൽ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ഒരു മിനിറ്റ് ഒന്ന് ക്രീം ചെയ്തെടുക്കണം. ഒരുപാട് നേരം കേക്കിൻ്റെ ഒന്നും പോലെ ക്രീം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു മിനിറ്റ് ഒരു ക്രീമി ടെക്സ്ചർ വരുന്നത് പോലെ ഒന്ന് ക്രീം ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഒരു ഡോവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കേക്കിൻ്റെ പോലെ വളരെ സൂക്ഷിച്ച് മിക്സ് ചെയ്യണം എന്നൊന്നുമില്ല. വേണമെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ കുക്കി ഡോ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഷേപ്പ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. ഒരു ബേക്കിംഗ് ട്രേ ഞാനിവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ വെച്ചിട്ട്. വേണമെങ്കിൽ ഒരു പാച്ച്മെൻറ്റ് പേപ്പറും വയ്ക്കാം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുക്കിയുടെ ഷേപ്പിലാക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണിലാണ് നമ്മുടെ ഡോ മെഷർ ചെയ്തെടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഡോ എടുത്തതിന് ശേഷം അതിങ്ങനെ ഒരു ബോളാക്കി എടുക്കുക. ബോളാക്കി എടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ട്രേയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് ട്രേയിൽ വെക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. കാരണം ഇത് കുറച്ചധികം സ്പ്രെഡ് ആവുന്ന ടൈപ്പ് കുക്കീസാണ്. ഞാനിപ്പോൾ ട്രേ ചെറുതായതുകൊണ്ട് കുറച്ച് അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും അടുപ്പിച്ച് വെക്കരുത്. ഒരു 2 ഇഞ്ചെങ്കിലും സ്പേസ് എല്ലാ കുക്കീസും തമ്മിൽ ഉണ്ടായിരിക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട്സ് ചെറിയ പീസസ് ആയിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഈ കുക്കി ഡോവിൻ്റെ അകത്തും ആൽമണ്ട്സ് പീസസ് ഇടാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഒരു 7 കുക്കീസും അതേപോലെ ഒരു ചെറിയൊരു കുക്കീസും കൂടെയാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് 160 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്ത കുക്കീസാണ്. അത് ചെറുതായിട്ട് അതിൻ്റെ അടിഭാഗം ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. കുക്കീസ് പുറത്തെടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഒരു കുക്കിയുടെ ടെക്സ്ചറിലോട്ട് ആയി വരും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അടിയിൽ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അപ്പോൾ നമ്മൾ ഇത് എടുത്തിങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അതിൻ്റെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ അടിഭാഗം ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ റെഡിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുക്കീസ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇതിലുപയോഗിക്കുന്ന ആൽമണ്ട് ഫ്ലോർ നമുക്ക് ഒന്നുകിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ബദാം വാങ്ങിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ഉണങ്ങിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം പൊടിച്ചു കഴിഞ്ഞാൽ അതൊരു പേസ്റ്റ് പോലെ ആയിപ്പോകും. അത് സൂക്ഷിക്കുക. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്